ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് 4ാം ക്ലാസ്സിൻ്റെ മലയാളം സബ്ജക്റ്റിൽ വരുന്ന 5ാമത്തെ യൂണിറ്റ് ആണ്. ഇതിൻ്റെ പാർട്ട് 1 പാർട്ട് 2 വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അത് കാണാത്തവർ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് സ്റ്റാൻഡേർഡ് 4 മലയാളം നോക്കിയാൽ കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് എടുക്കേണ്ടത് 114ാമത്തെ പേജാണ്. ഇവിടെ നിങ്ങൾക്കൊരു കഥയാണുള്ളത്. നമ്മുടെ കഥയുടെ പേര് നേരും നുണയും എന്നാണ്. നമുക്കിവിടെ പാഠഭാഗം നോക്കാം. അസത്യത്തിന് സത്യത്തെക്കാൾ തിളക്കം കൈവരുന്ന സന്ദർഭങ്ങളുണ്ട്. ഇവിടെ പറയുന്നത് ചില സന്ദർഭങ്ങളിൽ സത്യത്തെ മറച്ചു വെക്കുന്നത്, അതായത് കളവ് പറയുന്നത് ചില നല്ലത് സംഭവിക്കാനുള്ള കാരണമാകും എന്നാണ്. നമുക്കിവിടെ ചിത്രത്തിൽ ഒരാളെ 2 പോലീസുകാർ പിടിച്ച് കൈയൊക്കെ ബേക്കോട്ട് കെട്ടിയിട്ട് കൊണ്ടുപോകുന്നത് കാണാം അല്ലേ. നമുക്കിവിടെ കഥ വായിച്ചു നോക്കാം എന്താണ് സംഭവമെന്ന്. അരമനയുടെ പുറകിലുള്ള തോട്ടത്തിൻ്റെ വലിയ മതിൽ ചാടിക്കടന്ന് യാങ് നിരത്തിലെത്തി. അപ്പോൾ അയാളുടെ തോളിൽ തൂങ്ങിയ സഞ്ചിയിൽ കിടന്ന് വെള്ളിക്കരണ്ടികൾ കിലുങ്ങി. അയാൾ സഞ്ചി മാറോട് ചേർത്തു പിടിച്ചു. ചുറ്റും പരിഭ്രമത്തോടെ നോക്കി. ഇല്ല, ആരും കണ്ടില്ല. ലോകം മുഴുവൻ സുഖനിദ്രയിലാണ്. അയാൾ മാനത്തേക്ക് നോക്കി. മരങ്ങൾക്കിടയിൽ വലിയൊരു വെള്ളിത്തുട്ട് പോലെ തിളങ്ങുന്ന ചന്ദ്രൻ. നേരം പുലർന്നാലുടൻ സഞ്ചിയിലെ വെള്ളിക്കരണ്ടികൾ വിൽക്കണം. കിട്ടുന്ന കാശ് കൊണ്ട് സഞ്ചി നിറയെ അപ്പം വാങ്ങണം. യാങ്ങിൻ്റെ ചുണ്ടിൽ ചിരി പടർന്നു. നേര് പറ, ഈ വെള്ളിക്കരണ്ടികൾ നീ അരമനയിൽ നിന്ന് മോഷ്ടിച്ചതല്ലേ? നടക്ക്, ഇന്ന് സത്യം തെളിയിച്ചിട്ടു തന്നെ കാര്യം. വെള്ളിക്കടയിൽ വെച്ച് തെളിവോടെ പിടിക്കപ്പെട്ട യാങ് പോലീസുകാർക്ക് മുന്നിൽ ഉത്തരമില്ലാതെ കുഴങ്ങി. അരമനയിൽ മേത്രാന്റെ അരികിൽ കുറ്റവാളിയായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിനു നേരെ ഒന്ന് നോക്കുവാൻ പോലും യാങ്ങിനു കഴിഞ്ഞില്ല. ഈ വെള്ളിക്കരണ്ടികൾ ഇയാൾ ഇവിടെ നിന്ന് മോഷ്ടിച്ചതാണ്. തൊണ്ടി മുതൽ നീട്ടി ജേതാവിനെ പോലെ നിന്ന പോലീസുകാരനെ നോക്കി മേത്രാൻ ചിരിച്ചു. നിങ്ങൾക്ക് തെറ്റിപ്പോയി സഹോദരാ. ഇന്നലെ വിരുന്നു കഴിഞ്ഞു പോകുമ്പോൾ വെള്ളി കൊണ്ടുള്ള ആ വിളക്കുകാലുകൾ കൂടി ഞാൻ സമ്മാനമായി നൽകിയതാണ്. പക്ഷേ അദ്ദേഹം ആ വെള്ളിക്കരണ്ടികൾ മാത്രമാണ് കൊണ്ടുപോയത്. അലമാരയിലെ വിളക്കുകാലുകൾ ചൂണ്ടി മെത്രാൻ ശാന്തനായി പറഞ്ഞു. യാങ് മെത്രാനെ മീച്ചു നോക്കി നിന്നു. അയാളുടെ തൊണ്ട വരണ്ടു പോയിരുന്നു. പോലീസുകാർ മെത്രാനോട് മാപ്പ് പറഞ്ഞ് മടങ്ങി. കുറ്റഭാരത്താൽ തലകുനിച്ചു നിന്ന യാങ്ങിൻ്റെ ചുമലിൽ തലോടിക്കൊണ്ട് മെത്രാൻ പറഞ്ഞു, സഹോദരാ, ഈ വിളക്കുകാലുകൾ കൂടി എടുത്തുകൊള്ളൂ. ഇനി ഇവിടേക്ക് വരണമെന്ന് തോന്നിയാൽ ഇരുട്ടിൽ മതിൽ ചാടിക്കടന്ന് ബുദ്ധിമുട്ടേണ്ടതില്ല. പടിവാതിൽ ചാരിയിട്ടേ ഉണ്ടാകൂ. താങ്കൾക്ക് അതുവഴി വരാം. ആരും തടയുകയില്ല. യാങ് നിറ കണ്ണുകളോടെ മെത്രാനെ നോക്കി. വെള്ളി വെളിച്ചം തൂകുന്ന ചന്ദ്രനെ അത്രയും അടുത്ത് അയാൾ ആദ്യമായി കാണുകയായിരുന്നു. ഇവിടെ നമ്മൾ യാങ് എന്നൊരു കള്ളൻ്റെ കഥയാണ് കേട്ടത്. അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെയും 7 മക്കളുടെയും വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരിക്കലും ബ്രെഡ് മോഷ്ടിക്കുകയുണ്ടായി. അങ്ങനെ ബ്രെഡ് മോഷ്ടിച്ചതിൻ്റെ പേരിൽ 19 വർഷം അയാൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു. അങ്ങനെ അയാൾ 19 വർഷത്തിന് ശേഷം ജയിലിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ ആരും തന്നെ അയാൾക്ക് ആഹാരമോ താമസിക്കാൻ സ്ഥലമോ ഒന്നും തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അയാളൊരു കള്ളനാണല്ലോ. സോ അങ്ങനെ ആ സമയത്ത് അയാൾക്ക് കിടക്കാനുള്ള സ്ഥലവും ഭക്ഷണമൊക്കെ നൽകിയ ആളായിരുന്നു ഡി പട്ടണത്തിലെ മെത്രാന്, പുരോഹിതന്. അങ്ങനെ ഇരിക്കുകയാണ് ആ ദിവസം നമ്മുടെ യാങ് എന്ത് ചെയ്തു? അവിടെ നിന്നും വെള്ളിക്കരണ്ടികൾ മോഷ്ടിച്ചു. മെത്രാൻ്റെ അടുക്കൽ നിന്നും അർദ്ധരാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം അവിടുന്ന് വെള്ളിക്കരണ്ടികൾ മോഷ്ടിച്ചു. അങ്ങനെ പട്ടണത്തിൽ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ നോക്കി. അവിടുന്ന് പോലീസ് യാങ്ങിനെ പിടികൂടുന്നത്. അങ്ങനെ പോലീസുകാർ യാങ്ങിനെ പുരോഹിതൻ്റെ മെത്രാൻ്റെ മുൻപിൽ കൊണ്ടു ചെല്ലുന്നു. പക്ഷെങ്കിൽ മെത്രാന് ഇയാളെ കളവ് പറഞ്ഞ് രക്ഷിക്കുന്നു. ഇയാൾക്ക് ഞാനിത് സമ്മാനമായി നൽകിയതാണെന്ന് പറഞ്ഞ് പോലീസുകാരിൽ നിന്ന് യാങ്ങിനെ രക്ഷപ്പെടുത്തുന്നു. ഇതായിരുന്നു നമ്മുടെ കഥ. എല്ലാവർക്കും ഈ കഥ മനസ്സിലായില്ലേ? യാങ് എന്ന കള്ളൻ്റെ കഥയാണിത്. നമുക്കിനി ചോദ്യങ്ങൾ നോക്കിയാലോ? ആദ്യത്തെ ചോദ്യം, വെള്ളിക്കാലുകളും കരണ്ടികളും താൻ സമ്മാനമായി നൽകിയതാണെന്ന് മെത്രാൻ പറയാൻ കാരണം എന്താകും? മെത്രാന് പോലീസുകാരോട് കളവ് പറഞ്ഞതാണല്ലേ. അത് യാങ് തന്നെ മോഷ്ടിച്ചതാണ്. പക്ഷേ മെത്രാൻ എന്തുകൊണ്ടായിരിക്കും കളവ് പറഞ്ഞതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം നമുക്ക് ആൻസർ എഴുതാം.
കുറ്റഭാരത്താൽ തല കുനിച്ചു നിന്ന യാങ്ങിൻ്റെ നിസ്സഹായാവസ്ഥ കണ്ട് അവനെ രക്ഷപ്പെടുത്താനാണ് താൻ നൽകിയതാണെന്ന് മെത്രാൻ കള്ളം പറഞ്ഞത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഈ കഥയ്ക്കു നൽകിയ തലക്കെട്ട് അനുയോജ്യമാണോ? എന്തുകൊണ്ട്? നമ്മുടെ കഥയുടെ തലക്കെട്ട് എന്താണ്? നേരും നുണയും എന്നാണല്ലോ. ഇത് ഈ ഒരു പാഠഭാഗത്തിന്, ഈ ഒരു കഥയ്ക്ക് യോജിച്ചതാണോ എങ്കിൽ എന്തുകൊണ്ടെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഉത്തരം എഴുതാം. അതെ, യോജിച്ചതാണ്. കാരണം യാങ് വെള്ളിക്കരണ്ടികൾ മോഷ്ടിച്ചു എന്നതായിരുന്നു സത്യം. മെത്രാൻ സത്യസന്ധനും ദയയുള്ളവനുമാണ്. അദ്ദേഹം സത്യം പറഞ്ഞാൽ യാങ് ജയിലിൽ പോകും. യാങ്ങിനെ രക്ഷിക്കാൻ വേണ്ടി ഇതൊന്നും മോഷ്ടിച്ചതല്ല, ഞാൻ സമ്മാനമായി കൊടുത്തതാണ് എന്ന് മെത്രാൻ കള്ളം പറഞ്ഞു. ഈ നുണ ഒരു വലിയ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. നേരായ കാര്യത്തിന് വേണ്ടിയുള്ള നുണയാണ് ഈ പാഠഭാഗത്തിലെ പ്രതിപാദ്യ വിഷയം. അതുകൊണ്ട് തന്നെ ഈ തലക്കെട്ട് പാഠഭാഗത്തിന് അനുയോജ്യമാണ്. മൂന്നാമത്തെ ചോദ്യം, വെള്ളിത്തിളക് പോലെ, പപ്പടം പോലെ എന്നൊക്കെയാണ് ചന്ദ്രനെ പറ്റി പറയാറുള്ളത്. ഈ കഥയിൽ ചന്ദ്രനെ വെള്ളിത്തൊട്ടുപോലെ എന്ന് പറഞ്ഞത് ഉചിതമായോ? എന്തുകൊണ്ട്? ഉത്തരം എഴുതാം. യാങ് ഒരു മോഷ്ടാവാണ്. അയാൾ മോഷ്ടിച്ചത് വെള്ളി കൊണ്ടുള്ള കരണ്ടികളാണ്. അയാൾ ആ വെള്ളി വിറ്റ് പണം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ആകാശത്തുള്ള ചന്ദ്രനെ കാണുമ്പോൾ വെള്ളി നിറമുള്ള നാണയം പോലെയാണ് ആദ്യം തോന്നുന്നത്. കാരണം യാങ്ങിൻ്റെ മനസ്സ് മുഴുവനും പണത്തെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. അതുകൊണ്ട് തന്നെ കഥയിൽ ചന്ദ്രനെ വെള്ളിത്തൊട്ടു പോലെ എന്ന് പറഞ്ഞത് ഉചിതമാണ്. അവസാനത്തെ ചോദ്യം, വെള്ളി വെളിച്ചം തൂകുന്ന ചന്ദ്രനെ അത്രയും അടുത്ത് അയാൾ ആദ്യമായി കാണുകയായിരുന്നു. എന്തുകൊണ്ടാണ് യാങ്ങിന് അങ്ങനെ തോന്നിയത്? ഇത് നിങ്ങളുടെ കഥയിലെ അവസാനം പറയുന്നൊരു ഭാഗമാണല്ലേ. കാരണം എന്താണ്? മെത്രാൻ ഇയാളെ രക്ഷപ്പെടുത്തി. ഇയാളിപ്പം പിടികൂടി പോലീസിൻ്റെ അകപ്പടിയിലായി എന്ന് വിശ്വസിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് മെത്രാന് കള്ളം പറഞ്ഞ് ഇയാളെ രക്ഷിക്കുന്നത്. അന്നപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇയാൾക്ക് ഇങ്ങനെ തോന്നിയത്. സോ നമുക്ക് ഉത്തരം എഴുതാം. യാങ്ങിൻ്റെ മനസ്സിൽ മോഷണം എന്ന ഇരുട്ടായിരുന്നു. അതുകൊണ്ടാണ് അയാൾ ചന്ദ്രനെ ഒരു വെള്ളിത്തൊട്ടുമായി കണ്ടത്. മെത്രാന്റെ സ്നേഹം കണ്ടപ്പോൾ യാങ്ങിൻ്റെ മനസ്സിലെ ഇരുട്ട് മാറി വെളിച്ചം വന്നു. ഈ സ്നേഹത്തെയും നന്മയെയുമാണ് വെള്ളി വെളിച്ചം തൂകുന്ന ചന്ദ്രൻ എന്ന് പറഞ്ഞത്. അത്രയും വലിയ നന്മ ആദ്യമായി കണ്ടതുകൊണ്ടാണ് യാങ്ങിന് ചന്ദ്രനെ അത്രയും അടുത്ത് ആദ്യമായി കാണുന്നതായി തോന്നിയത്. സോ ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു പാഠഭാഗത്ത് നിന്നും ചോദിച്ചിട്ടുള്ളത്. ഈ യൂണിറ്റിൽ അടുത്തത് കൂട് തുറക്കാം എന്ന പാഠഭാഗമാണ് വരുന്നത്. അത് നമുക്ക് അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഇമോജി കൂടി നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നമ്മൾ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈനായിട്ട് ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ത്രൂ മെസ്സേജ് ആക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.